മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരു പക്ഷേ മറ്റെന്തിനേക്കാളും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. മനുഷ്യൻ പണം ഉണ്ടാക്കാനായി ആരോഗ്യം ത്യജിക്കുന്നു. തുടർന്ന് ആരോഗ്യം വീണ്ടെടുക്കാൻ പണം ത്യജിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മൂലം ഇന്നത്തെ ജീവിതം ആസ്വദിക്കുന്നില്ല. ഒരിക്കലും മരിക്കില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഒരിക്കലും ജീവിക്കാതെ മരിച്ചു പോകുന്നു. ഭക്തരെ, വിദ്യാഭ്യാസമെന്നാൽ എഴുത്തും വായനയും പഠിക്കുക മാത്രമല്ല. അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. ജീവിതത്തിൽ 2 നിയമങ്ങൾ നിങ്ങൾ എപ്പോഴും പാലിക്കാൻ ശ്രമിക്കുക. 1. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതുപോലെ അവരും നിങ്ങളെ മനസ്സിലാക്കും എന്ന ചിന്ത വ്യർത്ഥമാണ്. സാഹചര്യം ഏതായാലും കീഴടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇഷ്ടമില്ലാത്തവരുടെ അടുത്ത് സ്നേഹമോ പ്രീതിയോ സമ്പാദിക്കാൻ ശ്രമിക്കരുത്. അത് അഭിമാനം പണയം വയ്ക്കുന്നതിന് തുല്യമാണ്. ഇഷ്ടക്കേടും പൊരുത്തക്കേടും ഉള്ളവരുമായി സഹകരിക്കരുത്. കാരണം അത് വേദനയെ സമ്മാനിക്കൂ. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ അവിടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല. നിങ്ങളുടെ സങ്കടം കണ്ട് സമൂഹമോ അവരുടെ ചിന്തകളോ മാറില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. ഭക്തരെ, മറ്റുള്ളവർക്കു വേണ്ടി ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ചിലരുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും ഇവർക്ക് ആത്യന്തികമായി ലഭിക്കുക. കൂടെ നിന്ന് അസൂയപ്പെടുന്നവരെക്കാൾ വലിയ ശത്രു വേറെയില്ല. നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ മുഖത്ത് നോക്കി പറയുന്നവരെക്കാൾ വലിയ ഒരു മിത്രവുമില്ല. ഭക്തരെ, വിജയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം ആത്മവിശ്വാസമാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുക. നിങ്ങൾ അത് അർഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങൾക്കത് ലഭിക്കും എന്ന് വിശ്വസിക്കുക. 2 കണ്ണിനും കാഴ്ചശക്തി ഇല്ലാത്തവർ മാത്രമല്ല, തൻ്റെ ഇണയുടെ ഹൃദയം കാണാത്തവരും അന്ധരാണ്. കൈകൾ മാത്രമല്ല, വാക്കുകളും ചിലപ്പോൾ ഒരു താങ്ങായി മാറാറുണ്ട്. ഭക്തരെ, നിങ്ങളുടെ ചെറിയ തെറ്റുകൾ പോലും ക്ഷമിക്കാത്തവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കുറ്റപ്പെടുത്തലുകൾക്ക് മാത്രമായി നിങ്ങൾ ഒരാളിലേക്കും ചെല്ലാതിരിക്കുക. മരുന്നാകുന്ന മനുഷ്യർ തന്നെയാണ് മുറിവേൽപ്പിക്കുന്നതും. ഭക്തരെ, ചില മനുഷ്യർക്ക് മറവി കൂടുതലാണ്. കൂടെ നിന്ന മനുഷ്യരെയും കടന്നുപോയ നിമിഷത്തെയും അവർ മറന്നുകളയും. ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞ് നടക്കും. മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കച്ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെയുണ്ടാകൂ. ഭക്തരെ, പിന്നിൽ ആളുണ്ടെന്ന വിശ്വാസത്തിൽ ഒരിക്കലും നടക്കരുത്. വീണു കഴിഞ്ഞാൽ പിന്മാറുന്നവരാണ് ഏറെയും. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേയുള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ചയും മനസ്സിന് ശക്തിയും കിട്ടും. ജീവിതവും അനുഭവവും നിങ്ങളുടേതാകുമ്പോൾ തീരുമാനങ്ങളും നിങ്ങളുടേതാകണം. ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അർഹമായ പരിഗണന കിട്ടുമ്പോഴാണ് ഓരോ മനുഷ്യനും മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത്. ബന്ധങ്ങൾ ഹൃദയത്തിൽ ആവണം. അത് വെറും വാക്കുകളിൽ ആവരുത്. പിണക്കങ്ങൾ വാക്കുകളിലാവണം. അത് ഹൃദയത്തിൽ ആകരുത്. ഭക്തരെ, സ്നേഹം സത്യമാണെങ്കിൽ അവിടെ പരാതിയും
പരിഭവവും ഉണ്ടാകും. അതോടൊപ്പം ക്ഷമയും സഹനവും ഉണ്ടാകും. ഇണക്കവും പിണക്കവും ഉണ്ടാകും. കൊടുക്കലും വാങ്ങലും ഉണ്ടാകും. എല്ലാത്തിനും ഉപരി ചതിക്കില്ല എന്ന വിശ്വാസവും ഉണ്ടാകും. ഭക്തരെ, തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങളുണ്ടാകും. പക്ഷേ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാകൂ: ജയിക്കണം എന്ന നിങ്ങളുടെ തീരുമാനം. ജീവിതത്തിൽ തളരുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടത് ഉപദേശങ്ങളല്ല, അവരെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും മനസ്സിലാക്കാനുള്ള ഹൃദയവുമാണ്. വിജയം സന്തോഷത്തിൻ്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിൻ്റെ താക്കോൽ. ഭക്തരെ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. സമാധാനം കടന്നു വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ്. പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.